കടിപിടികളും അടിപിടിയും വർഗീയവാദവും അങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ നടന്നു നിലമ്പൂരിൽ. അതിനുശേഷം നിലമ്പൂർ വിധിയെഴുതി അനാവശ്യമായ ഒരു ഉപതെരഞ്ഞെടുപ്പെന്ന് പലരും ഇതിനെക്കുറിച്ച് പരാമർശിക്കുകയുമുണ്ടായി. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ജയസൂര്യൻ സാർ, ആഫ്റ്റർ ഇലക്ഷൻ നിലമ്പൂരിന്റെ അവസ്ഥ എന്താണ്? അല്ലെങ്കിൽ നിലമ്പൂർ രാഷ്ട്രീയ കേരളത്തിന് നൽകുന്ന ഒരു പാഠം എന്താണ്? നിലമ്പൂർ രാഷ്ട്രീയ കേരളത്തിൽ നൽകുന്ന പാഠങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതൊരു അനാവശ്യ ഇലക്ഷൻ ആയിരുന്നു എന്നുള്ളത് എല്ലാവരും സമ്മതിച്ചു. അതനുസരിച്ചുള്ള ഒരു റിസൾട്ടും വന്നിട്ടുണ്ട്. എന്നാൽ നിലമ്പൂർ രാഷ്ട്രീയം, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിന് കൃത്യമായിട്ടുള്ള ചില ദിശാസൂചകങ്ങൾ നൽകുന്നുണ്ട്. അതായത് രാഷ്ട്രീയ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ചില മാറ്റങ്ങൾ, മാറ്റമില്ലാത്ത വസ്തുതകളും ഒരുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും മാറാതെ നിൽക്കുന്നത് എന്തൊക്കെയാണെന്നും ഒരുപോലെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഇവിടെ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ജയിച്ച സ്ഥാനാർത്ഥിയും അതുപോലെ മുന്നണിയും രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ ചെയ്ത ഒരു അനുഷ്ഠാനം, അത് പാണക്കാട് തറവാടിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തുക എന്നുള്ളതായിരുന്നു. അതായത് കേരള രാഷ്ട്രീയം ഇനി വടക്കു നോക്കി യന്ത്രം അനുസരിച്ച് പ്രവർത്തിക്കും എന്നുള്ള ഒരു തീരുമാനമാണ് അത്. പണ്ടൊക്കെ കേരള രാഷ്ട്രീയം വടക്കോട്ട് മാത്രമല്ല തെക്കോട്ടും നോക്കിയിരുന്നു. തെക്കൻ അറ്റത്തുനിന്ന് തുടങ്ങിയാൽ അത് വെള്ളാപ്പള്ളിയുടെ തറവാട്, അല്ലെങ്കിൽ ആസ്ഥാനം, സുകുമാരൻ നായരുടെ ആസ്ഥാനം, ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഉമ്മൻചാണ്ടിയുടെ കബറിടം, പിന്നെ സഭാ നേതാക്കന്മാരുടെ അരമനകൾ, ഇതൊന്നും ഇത്തവണ ശ്രദ്ധയിൽ വന്നില്ല. കൃത്യമായി വടക്ക് നോക്കി യന്ത്രം പറഞ്ഞതുപോലെ വടക്കോട്ട് മാത്രം യാത്ര ചെയ്ത് അത് പാണക്കാട് തറവാടിൽ എത്തിച്ചേരുകയാണ് ചെയ്തത്. അതായത് കേരള രാഷ്ട്രീയം ഇനി മുതൽ വടക്കോട്ട് നോക്കി ഉള്ള രാഷ്ട്രീയമാകും എന്ന് പറഞ്ഞാൽ അങ്ങ് ഡൽഹിയിലായിട്ടുള്ള നോട്ടം, അവിടം വരെ നോക്കാനുള്ള കാഴ്ചശക്തിയൊന്നും കേരള രാഷ്ട്രീയത്തിന് കിട്ടിയിട്ടില്ല എന്നും ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ വടക്കോട്ട് നോക്കിയാൽ എവിടെ വരെ നോക്കാം? വടക്കോട്ട് നോക്കിയാൽ പാണക്കാട്ട് വരെ നോട്ടമെത്തും, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നിലമ്പൂരിന്റെ ഒരു ഇസ്ലാമിക വോട്ട് ബാങ്കിന്റെ ശക്തിയില്ലേ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ അത് ശരിയാണ്. ഇസ്ലാമിക വോട്ട് ബാങ്കിന്റെ ശക്തിദുർഗമായ ഒരു മണ്ഡലമാണ് നിലമ്പൂർ. അരിയാടൻ മുഹമ്മദ് ദീർഘകാലം കൈവശം വെച്ചിരുന്ന മണ്ഡലമാണ്. അതൊരു UDF മണ്ഡലമാണ്. എന്നാൽ അൻവറിനെ ഇറക്കിക്കൊണ്ട് ഇടതുപക്ഷം അത് തിരിച്ചു പിടിച്ചു. അങ്ങനെ രാഷ്ട്രീയ രംഗത്ത് ഒരു തിരുത്തൽ കൊണ്ടുവന്നു എന്നുള്ളതും ശരിയാണ്. പക്ഷേ ഇപ്പോൾ അത് വീണ്ടും ആ പഴയ സമവാക്യത്തിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു. അതായത് മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം, UDFന്റെ കോട്ട എന്നൊക്കെയുള്ള നിലയിലേക്ക് അത് തിരിച്ചു പോയിരിക്കുന്നു. പക്ഷെ ഇവിടെ ഇതിനിടയിൽ കാണാതെ പോകരുതാത്ത ചില കാര്യങ്ങളുണ്ട്. ഇസ്ലാമിക തീവ്രവാദ രാഷ്ട്രീയ വോട്ട് ബാങ്കുകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചവരുടെ അവസ്ഥ എന്താണ്? ഇപ്പം SDPI കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിനേക്കാൾ ഇത്തവണ കുറഞ്ഞുപോയി. ഗണ്യമായ കുറവാണ് SDPIയുടെ വോട്ടിൽ ഉണ്ടായത്. എന്ന് കരുതി SDPI മരിച്ചു പോയിട്ടൊന്നുമില്ല, ആ വോട്ട് അങ്ങോട്ട് മാറി എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അതുപോലെ വെൽഫെയർ പാർട്ടി ഉണ്ട്. ഇസ്ലാമിക വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തുന്ന നിരവധി ചെറിയ ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും തന്നെ ഈ ഇലക്ഷനിൽ യാതൊരു ഇമ്പാക്റ്റും ചെലുത്തിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇസ്ലാമിക വോട്ട് ബാങ്കുകളിലെ ചെറിയ ചെറിയ ഘടകങ്ങളെ കൃത്യമായും ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരുന്നതിൽ മുസ്ലിം ലീഗ് വിജയിച്ചു. അത് UDFന് ഗുണം ചെയ്തു. അത് ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം വോട്ടിന്റെ കാര്യത്തിൽ സപ്പോർട്ടിംഗ് ആയിട്ട് പ്രവർത്തിച്ചു. ഇതൊക്കെ കേൾക്കുമ്പോൾ UDFനോ കോൺഗ്രസിനോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് പോലുമോ അമിതമായിട്ട് ആഹ്ലാദിക്കാനുള്ള യാതൊരു കാര്യവുമില്ല. എന്തുകൊണ്ടെന്നാൽ LDFനും UDFനും വോട്ട് കുറയുകയാണ് ചെയ്തത്, വോട്ട് കൂട്ടാൻ സാധിച്ചില്ല. SDPIക്ക് വോട്ട് കുറയുകയാണ് ചെയ്തത്. ഇത്തവണ വോട്ട് നേരിയ തോതിലെങ്കിലും കൂട്ടിയിട്ടുള്ള പാർട്ടി എന്ന് പറയുന്നത് BJP ആണ്. BJPയുടെ വോട്ടിനെ പഠിക്കുമ്പോൾ ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്നും തന്നെ BJPക്ക് വോട്ട് വർദ്ധിപ്പിച്ച ഒരു ചരിത്രം നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ഉപതെരഞ്ഞെടുപ്പാണ്. LDFന്റെയും UDFന്റെയും മുഴുവൻ ശക്തിയും ഒരു മണ്ഡലത്തിലേക്ക് വരുന്ന സമയമാണ്. ആ സമയത്ത് BJP സാധാരണ പുറകോട്ട് പോവുകയാണ് പതിവ്. പക്ഷെ ഇവിടെ അത് മുന്നോട്ട് വരികയാണ് ചെയ്തത്. എന്ന് പറയുമ്പോൾ BJPക്ക് കോട്ടമൊന്നും സംഭവിച്ചില്ല, അല്പമെങ്കിലും നേട്ടമുണ്ടായി എന്ന് അവകാശപ്പെടുകയും ചെയ്യാം. പക്ഷെ LDFന്റെയും UDFന്റെയും SDPIയുടെയും കാര്യത്തിൽ അതല്ല സംഭവിച്ചത്.
വോട്ടിൽ വലിയ കുറവുണ്ടായി. LDF-ന് കനത്ത വ്യത്യാസമുണ്ടായി, UDF-ന് നല്ല വ്യത്യാസമുണ്ടായി എന്ന് പറഞ്ഞാൽ താഴോട്ട് പോയി. പക്ഷേ SDPIക്കും വോട്ട് താഴോട്ട് പോയി. എന്നാൽ BJPക്ക് വോട്ട് മുന്നോട്ട് വന്നു. അപ്പോൾ LDF-ഉം UDF-ഉം വോട്ടിന്റെ ചോർച്ച ഉണ്ടായ സമയത്ത് ഈ വോട്ട് എവിടെ പോയി എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, അത് അൻവറിലേക്ക് പോയി എന്ന് വ്യക്തമായിട്ട് അവിടെ കാണുകയും ചെയ്യാം. എന്നാൽ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്താണ്, അൻവറിന്റെ രാഷ്ട്രീയ പാർട്ടി എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണ കൊണ്ടല്ല ഇത്രയും വോട്ട് വാങ്ങിച്ചതെന്നും നമുക്കറിയാം. അപ്പോൾ അവിടെ സിറ്റിംഗ് MLA ആയിരുന്ന ആ മണ്ഡലത്തിന്റെ എല്ലാ സ്പന്ദനങ്ങളും അറിയുന്ന ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ, അതായത് MLA എന്നുള്ള നിലയിൽ ജനങ്ങളുമായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ ബന്ധങ്ങൾ, ചെറിയ ചെറിയ സംഘടനകളും ഗ്രൂപ്പുകളുമായിട്ടുണ്ടാക്കിയ ബന്ധങ്ങൾ, വ്യക്തിപരമായും സാമ്പത്തികമായിട്ടും അദ്ദേഹം ചെലുത്തിയ സ്വാധീനം, ഇതൊക്കെ തന്നെ വോട്ടാക്കി മാറ്റി സ്വന്തം പെട്ടിയിൽ എത്തിക്കാൻ അദ്ദേഹം വിജയിച്ചു എന്നുള്ളത് വളരെ ശരിയാണ്. അതുകൊണ്ടാണ് അത്രയെങ്കിലും വോട്ട് അദ്ദേഹത്തിന് കിട്ടിയത്. എന്നാൽ ആ വോട്ട് ബാങ്കിന്റെ ബലത്തിൽ ഇത് ശാശ്വതമാണ് എന്ന് അദ്ദേഹം പോലും വിശ്വസിക്കുന്നില്ല. അടുത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ PV അൻവർ വീണ്ടും ഇതേപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ ഇന്ന് കിട്ടിയ 19,000-ൽ 9,000 പോലും എത്തുമെന്നും തോന്നുന്നില്ല. കാരണം ഇത്തവണ PV അൻവർ ഉണ്ടാക്കിയ ആ ഒരു ബഹളം അടുത്ത തവണ ഉണ്ടാക്കാൻ സാധിക്കില്ല. അത്രയും കാലം ജനം കൂടെ നിൽക്കില്ല. ഇത് കേരള രാഷ്ട്രീയത്തിന്റെ അനുഭവമാണ്. അത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അൻവറിന്റെ എഫക്റ്റ് അവസാനിക്കുകയാണ്. ഇനി അൻവറിന് മസിൽ പെരുപ്പിച്ച് LDF-ലോ UDF-ലോ ചെന്ന് കയറാൻ പറ്റില്ല. സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടാക്കി കേരളം മുഴുവൻ നിറയാനുള്ള കരുത്തും ഇല്ല. അതായത് അൻവർ അവിടെ ജയിച്ചിരുന്നു എന്നിരിക്കട്ടെ, അൻവർ ജയിച്ച MLA ആയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടാക്കാമായിരുന്നു, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന് ശക്തിയാണെന്ന് അവകാശപ്പെടാമായിരുന്നു. എന്നിട്ട് ഒരു ഘടകകക്ഷിയായി ഏതെങ്കിലും മുന്നണിയിൽ ചേരാമായിരുന്നു. അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ഒരു സീറ്റും കൂടെ കൂടുതൽ മേടിക്കാമായിരുന്നു. പക്ഷെ ആ സാധ്യതകളെല്ലാം തന്നെ അടഞ്ഞു. അൻവർ തികച്ചും അപ്രസക്തനായി മാറി. ഇനി ആരെങ്കിലും വിളിച്ച് നല്ല ഭിക്ഷയും കൊടുത്താൽ മേടിക്കാം എന്നുള്ള അവസ്ഥയിലായി. അതിപ്പോ ഏത് തറവാട്ടിൽ നിന്ന് ഭിക്ഷ കിട്ടും എന്നുള്ളത് അദ്ദേഹം തെണ്ടി നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇതാണ് അൻവറിന്റെ അവസ്ഥ. പക്ഷെ കേരള രാഷ്ട്രീയം വളരെ ഗൗരവപൂർവ്വം വിലയിരുത്തേണ്ട മറ്റൊരു പോയിന്റ് ഉണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയം, രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ രംഗത്ത് വളരെയേറെ സങ്കീർണമായ, അങ്ങേയറ്റം നീറുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴാണ് ഈ ഇലക്ഷൻ വരുന്നത്. ഉദാഹരണത്തിന് വന്യജീവി പ്രശ്നം. നിലമ്പൂർ എന്ന് പറയുന്ന ആ മണ്ഡലത്തില് വന്യജീവികൾ കൃഷി നശിപ്പിക്കുന്നത് വലിയൊരു പ്രശ്നമായിരുന്നു. പക്ഷെ നോക്കൂ, അതൊന്നും ഇലക്ഷനിൽ പ്രശ്നമായതേയില്ല. ഇലക്ഷൻ വരുമ്പോൾ കർഷകനില്ല. ഇത് കേരളത്തിന്റെ പ്രത്യേകതയാണ്. ഇലക്ഷൻ വരുമ്പോൾ കർഷകനും കാർഷിക പ്രശ്നങ്ങളും വന്യജീവികളും ഇല്ല. ഇലക്ഷൻ വരുമ്പോൾ കർഷക ആത്മഹത്യകളില്ല. ഇലക്ഷൻ വരുമ്പോൾ വിലക്കുറവും മാർക്കറ്റിന്റെ തകർച്ചയുമില്ല. ഇലക്ഷൻ വരുമ്പോൾ കേരളവുമായോ ഭാരതവുമായോ ബന്ധപ്പെട്ട ഒരു വിഷയവുമില്ല. ഇവിടെ നിലമ്പൂരിൽ എന്തായിരുന്നു വിഷയം? നിലമ്പൂരിൽ വിഷയം അമേരിക്ക, ഇറാൻ, ഇസ്രായേൽ, ഫലസ്തീൻ, ഹമാസ്, ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതുകൊണ്ട് അമേരിക്കയ്ക്കോ ഇറാനോ ഫലസ്തീനോ ഇസ്രായേലിനോ ഒരു ഗുണം ഉണ്ടായില്ല, നിലമ്പൂരുകാർക്കും ഒരു ഗുണം ഉണ്ടായില്ല. അപ്പൊ അത്ര പ്രബുദ്ധതയാണ് നമ്മൾ ഇലക്ഷൻ രംഗത്ത് പുലർത്തുന്നത് എന്നുള്ളത് വിചിത്രമായിട്ട് തുടരുകയാണ്. നേരെ മറിച്ച് ഈ വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു മനസ്സ് നിലമ്പൂരിനുണ്ടായിരുന്നെങ്കിൽ അത് BJPക്കുള്ള വോട്ട് വർധനവിൽ കൂടി കാണേണ്ടതായിരുന്നു. അതുകൊണ്ടായില്ല. മറ്റു സംസ്ഥാനങ്ങളിൽ വലിയ വികസനം നടത്തുന്ന, കേരളത്തിലും വലിയ വികസനങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് നടത്തുന്ന കേന്ദ്ര ഗവൺമെന്റിന് അനുകൂലമായി ചിന്തിച്ചു കളയാം, BJPക്ക് 4 വോട്ട് കൂടുതൽ ചെയ്യാം എന്നാരും ചിന്തിച്ചില്ല. അപ്പോൾ കുറ്റിയിൽ കെട്ടിയ പശു ആ കയറിന്റെ നീളം വരെയേ മേയുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ കേരള രാഷ്ട്രീയം ചില കാര്യങ്ങളുടെ കുറ്റിയിൽ കെട്ടിയിരിക്കുകയാണ്. അത് വൈകാരികവും മതപരവും വംശീയവുമായിട്ടുള്ള സെൻസേഷണൽ ഇഷ്യൂസ് എന്ന് പറയുന്ന കുറ്റിയാണ്. ആ കുറ്റിയിൽ കൊണ്ട് കെട്ടിയിട്ടാണ് ഇഷ്ടം പോലെ മേഞ്ഞോളാൻ പറയുന്നത്. എത്ര ഇഷ്ടം പോലെ മേഞ്ഞാലും കയറിന്റെ ദൂരം വരെ മാത്രമേ മേയാൻ പറ്റൂ. ഇതാണ് ഈ കേരള രാഷ്ട്രീയം നിലമ്പൂരിൽ നിന്നും പഠിക്കേണ്ട പാഠം എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, എന്തായാലും മതപരമായ അല്ലെങ്കിൽ ചില സെൻസേഷണൽ ഇഷ്യൂകൾ മാത്രം
തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുക, അതിനു മുൻപുള്ള സ്ഥിരമായിട്ടുള്ള ചില വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ പോവുക, ഇതൊക്കെയായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അതിന്റെ ഒരു വിജയവും അതിന്റെ ഒരു ഫലപ്രഖ്യാപനവും ഒക്കെയാണ് വന്നതും. പക്ഷെ പി വി അൻവറിന്റെ കാര്യത്തിൽ പലർക്കും തെറ്റിപ്പോയി. അതുപോലെ പി വി അൻവറിനെ ഇനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ പി വി അൻവറിന്റെ ഒരു രാഷ്ട്രീയ ഭാവിയും ഒക്കെ തുലാസിലാണ്. എന്തൊക്കെയായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ കേരളം ചില കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം രാഷ്ട്രീയത്തിൽ, ചെയ്യരുത്, വാവിട്ട വാക്കൊക്കെ പലരും പറഞ്ഞിരുന്നു. അതിന്റെ ഒരു പ്രതിഫലനവും ഉണ്ടായിട്ടുണ്ട്. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സർ.